വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഞാനൊരു 400 ഗ്രാം ചിക്കൻ ഉപ്പും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി. പിന്നെ ഒരു 2 പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു ഹാഫ് സ്ലൈസ് ലെമൺ, 2 തണ്ട് കറിവേപ്പില, മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഗരം മസാല, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ബ്രെഡ് ക്രംസ്, ഒരു 2 മുട്ട, വറക്കാൻ ആവശ്യത്തിന് ഓയിൽ, ഉപ്പ്. ഓയിൽ ചൂടായ ശേഷം സവോള ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഇനി പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അധികം നിറം മാറേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ: 1 സ്പൂൺ ഗരം മസാല ആദ്യം ചേർക്കാം, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി മസാല മൂത്ത മണം വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പൊടികൾ കൂടുതൽ മൂത്ത് കരിഞ്ഞു പോകരുത്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ ഈ ചിക്കൻ പ്രഷർ കുക്കറിൽ വേവിച്ച ശേഷം കൈകൊണ്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. കൂടുതൽ സ്മൂത്തായിട്ട് അരയണമെന്നുള്ളവർ ഇത് മിക്സിയിലൊന്ന് അരച്ചെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. ചിക്കനും പൊട്ടറ്റോയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ച് ഇളക്കിയ ശേഷം ഒരു ഹാഫ് സ്ലൈസ് ലെമൺ പിഴിഞ്ഞൊഴിച്ച ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. നമ്മുടെ പൊട്ടറ്റോ ചിക്കൻ മിക്സ്ചർ നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ചെറിയൊരു ഉരുള കയ്യിലെടുത്ത് നമ്മുടെ ഉള്ളം കയ്യിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഓവൽ ഷേപ്പാക്കി എടുക്കണം. നമ്മളുടെ ഇഷ്ടാനുസരണം വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇടണം. പിന്നെ അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. പുറം നല്ലതായിട്ട് ഡ്രൈ ആകുന്നത് വരെ നന്നായിട്ടത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യണം. ഇനി ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളായി കയ്യിലെടുത്ത് ബാക്കിയിരിക്കുന്ന മിക്സർ കൂടെ തയ്യാറാക്കിയെടുക്കാം. മുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. നല്ല തിളച്ച ഓയിലിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. എണ്ണ തിളച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ പുറകുവശം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൻ്റെ താഴ്വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് സെർവ് ചെയ്യാൻ റെഡി ആയിക്കഴിഞ്ഞു. ഇത് ചൂടോടെ ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം ഉപയോഗിക്കാം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.